പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചി അടക്കം വലിയ രീതിയിൽ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് അതേസമയം തന്നെയാണ് ഈ പുതുവർഷ ആഘോഷത്തിൻ്റെ ഭാഗമായി കൊച്ചിയിലടക്കം ഈ ലഹരി ഉപയോഗത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അധികമായി ഉണ്ടാകാറുണ്ട്. അതായത് ആഘോഷ തിമിർപ്പിലേക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലടക്കം ലഹരി ഒഴുകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ എത്രത്തോളം പരിശോധനകൾ കർക്കശമാക്കിയതിനോടൊപ്പം ഈ പുതുവത്സരത്തെ ആഘോഷമാക്കാൻ മധ്യകേരളത്തിലെയും കൊച്ചിയിലെയും ഏതൊക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞത്? കെ പി സുരേഷ്, ഇപ്പോൾ പ്രധാനമായും ഫോർട്ട് കൊച്ചി അതോടൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ട് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണ്. ഇത് സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു നാടകം, ആ നാടകത്തിൽ ഗവർണറെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അവർ തയ്യാറാക്കിയിരുന്നു. അതിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഇല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാവുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ അത്തരം അനുകരണീയമായ ഒരു സംഭവങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ആരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ നാടകം ഒഴിവാക്കാനാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ ഉള്ള ചില രാഷ്ട്രീയ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില ബോധപൂർവമുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതിന് എന്ത് തന്നെയായാലും കർശനമായും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ആളുകൾ എത്തുമ്പോൾ, കഴിഞ്ഞ തവണ നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിൽ ആഘോഷത്തിനെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാവുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകിച്ചും കളമശ്ശേരിയിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണ്. വാഹനങ്ങൾ കടത്തിവിടുന്നതിന് കഴിഞ്ഞ തവണയൊക്കെ 12 മണി കഴിഞ്ഞാൽ ഈ ഒരു പുതുവത്സര പിറവി ഉണ്ടായ അടുത്ത നിമിഷം തന്നെ ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് പറയുകയും, എന്നാൽ അത്തരത്തിൽ ആൾക്കാർക്ക് ഒരുമിച്ച് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ വാതിൽ പോലും ഇല്ലാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തിക്കിനും തിരക്കിനും കാരണമായതായി വിലയിരുത്തപ്പെടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വാതിലുകൾ ഈ ആഘോഷങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്നും ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു, ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇവിടേക്ക് ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന ബാരിക്കേഡുകൾ അത് സമയബന്ധിതമായി തന്നെ നീക്കം ചെയ്തുകൊണ്ട് തിരിച്ച് ആൾക്കാർക്ക് ഇറങ്ങുമ്പോൾ സുഗമമായി അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അത് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടാകും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എക്സൈസും പോലീസും സംയുക്തമായി റവന്യൂ വകുപ്പിൻ്റെ കൂടെ സഹായത്തോടെയുള്ള പരിശോധനകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ രീതിയിലെല്ലാമുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കെ പി സുരേഷ്.